സോ ഗൈസ്, ഏതായാലും ആ ഒരു എൽ ക്ലാസിക്കോ മാച്ച് കഴിഞ്ഞു. ഇനി ആ ഒരു ട്രോളുകൾക്കും കളിയാക്കലുകൾക്കും ഒക്കെ അപ്പുറം ആ ഒരു മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു നോക്കാം. ആൻഡ് ആ ഒരു മാച്ചിൽ സത്യം പറഞ്ഞാൽ റയൽ മാഡ്രിഡും ബാഴ്സലോണയും അവരുടെ ആ ഒരു കൃത്യമായ പ്ലാൻ വെച്ച് തന്നെയാണ് ഇറങ്ങിയത്. ബാഴ്സലോണ മാക്സിമം ആ ഒരു പൊസിഷൻ ഫുട്ബോൾ വെച്ച് പാസുകൾ വെച്ച് ആ ഒരു കളി കളിച്ചപ്പോൾ റയൽ മാഡ്രിഡ് ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിമാണ് ഉപയോഗിച്ചത്. ആൻഡ് റാഫീഞ്ഞയുടെ ആദ്യ ഗോൾ, ആ ഒരു ഫിനിഷിംഗ് ഒന്നും പറയാനില്ലായിരുന്നു. വാട്ട് എ പ്ലെയർ റാഫീഞ്ഞ. സത്യം പറഞ്ഞാൽ ബാഴ്സയ്ക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ഏറ്റവും ആത്മാർത്ഥമായി കളിക്കുന്ന ഒരു പ്ലെയർ റാഫീഞ്ഞ ആണെന്ന് തോന്നിപ്പോവും. ആൻഡ് വിനീഷ്യസിന്റെ ആ ഒരു ഈക്വലൈസർ ഗോൾ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് ആ ഒരു ഡ്രിബ്ലിങ്, ആ ഒരു ഗോൾ ഒരു രക്ഷയുമില്ലായിരുന്നു. ഫോം ഔട്ടാണ്, ഒരുപാട് മാച്ചുകളായി ഗോൾ അടിച്ചിട്ട്. പക്ഷേ ഇന്നലത്തെ ഒരു മാച്ചിൽ വിനീഷ്യസിന്റെ പെർഫോമൻസ് പറയുന്നത് ഒരു രക്ഷയുമില്ലായിരുന്നു. ആൻഡ് എനിക്ക് തോന്നുന്നത് റയൽ മാഡ്രിഡിനെ തോൽപ്പിച്ചത് അവർ തന്നെയാണ്. കാരണം ഒരുപാട് അവസരങ്ങളാണ് റയലിന് കളിയുടെ അവസാന നിമിഷങ്ങളിൽ പോലും കിട്ടിയത്. അസൻസിയോയ്ക്ക് മികച്ചൊരു ചാൻസ് കിട്ടി, പക്ഷേ എന്ത് ചെയ്യാൻ, അത് സെർജിയോ റാമോസ് അല്ല, അസൻസിയോ മാത്രമാണ്. സോ അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് അതുപോലെ കെറേറാസിന് കിട്ടിയ ആ ഒരു ചാൻസ് പക്ഷേ ഗോളാക്കാൻ സാധിച്ചില്ല. ആൻഡ് എടുത്തു പറയേണ്ട ഒരു പെർഫോമൻസ് ജുവാൻ ഗാർസിയുടെ ആ ഒരു ഗോൾ കീപ്പിംഗ് മികവാണ്. കറക്റ്റ് പൊസിഷനിൽ എപ്പോഴും ജുവാൻ ഗാർസി ഉണ്ടായിരുന്നു, ഒരുപാട് മികച്ച സേവുകൾ നടത്തി. ആൻഡ് അതുപോലെ യമാൽ ഒരുപാട് വട്ടം ആ ഒരു ഡിഫൻസ് ലൈനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നേറി. സോ ഏതായാലും പറഞ്ഞു വരുമ്പോൾ ഇപ്പം ലാലിഗയിൽ ബാഴ്സലോണ 1ാം സ്ഥാനത്തും റയൽ 2ാം സ്ഥാനത്താണ്. ഇപ്പൊ സൂപ്പർ കപ്പ് ബാഴ്സലോണ അടിച്ചു. ഇനി ലാലിഗയിൽ റയൽ മാഡ്രിഡിന് ഒരു പ്രതീക്ഷ വെക്കേണ്ടതുണ്ടോ? ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം.